കേരള സ്പോർട്സ് കൗൺസിലിന് കീഴിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. നെടുങ്കണ്ടത്തേക്ക് സ്പോർട്സ് കൗൺസിൽ കുട്ടികളെ അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഒരു കായിക താരം മാത്രമാണ് പുതിയ അധ്യയന വർഷം ഇവിടേക്ക് എത്തിയത്. 2008 നെടുങ്കണ്ടത്ത് ആരംഭിച്ച സ്പോർട്സ് ഹോസ്റ്റലിൽ തുടക്കത്തിൽ 98 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ജൂഡോ, അത്ലറ്റിക്സ്, ആർച്ചറി എന്നീ ഇനങ്ങളിൽ പരിശീലനവും ഉണ്ടായിരുന്നു. ജൂഡോയിൽ 5 താരങ്ങൾ അന്തർദേശീയ മത്സരങ്ങൾ വരെ നേട്ടം സ്വന്തമാക്കിയ ചരിത്രമുണ്ട്. എന്നാൽ പിന്നീട് സ്റ്റേഡിയമില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി അത്ലറ്റിക്സ് വിഭാഗം നിർത്തി. ഈ വർഷം മുതൽ ആർച്ചറിയുടെ പരിശീലനവും അവസാനിപ്പിച്ചു. അവശേഷിച്ച ജൂഡോയ്ക്കായി ഈ വർഷം സ്പോർട്സ് കൗൺസിൽ പുതുതായി അയച്ചതാകട്ടെ ഒരാളെ മാത്രം. പെൺകുട്ടികളടക്കം 11 പേർ മാത്രമാണ് നിലവിലിവിടെയുള്ളത്. നെടുങ്കണ്ടത്ത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് സ്റ്റേഡിയം പൂർത്തിയായതോടെ അത്ലറ്റിക് പരിശീലനം പുനരാരംഭിക്കുമെന്നായിരുന്നു കായിക വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ. എന്നാൽ അതും ഉണ്ടായില്ല. ഈ സൗകര്യങ്ങൾക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ പുതിയ കായിക താരങ്ങളെ സൃഷ്ടിക്കേണ്ട വളർത്തിയെടുത്തെന്ന് പറയുന്ന ഏജൻസിയായ സ്പോർട്സ് കൗൺസിൽ കുട്ടികളെ കൊടുക്കാതെ ഇരിക്കുന്നത് വളരെ ഈ മേഖലയ്ക്ക് വളരെ ആശങ്കയോട് തന്നെയാണ് ഈ മേഖല പ്രവർത്തിക്കുന്ന ഒരു അധ്യാപനം എന്ന് നമുക്ക് പറയാനുള്ളത്. ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റം ഉണ്ടാകണമെങ്കിൽ പുതിയ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് കൊടുക്കുകയും ഹോസ്റ്റൽ പണിയാനുള്ള അല്ല കുട്ടികൾക്ക് സൗകര്യങ്ങളും കൂടെ വർദ്ധിപ്പിച്ച് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ അഭിമാനമാകുന്ന രീതിയിൽ മറ്റ് സൗകര്യങ്ങളും കൂടെ വരുമ്പോൾ അത് പ്രയോജനപ്പെടുത്തി നല്ല നാടിന് അഭിമാനപരമായ രാജ്യത്തിന് അഭിമാനപരമായ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. അത് പ്രയോജനപ്പെടുത്തണം. പഞ്ചായത്ത് വാടകയ്ക്കെടുത്ത് നൽകിയിരിക്കുന്ന കെട്ടിടത്തിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ഹോസ്റ്റലിന്റെ പ്രവർത്തനം. സ്പോർട്സ് ഹോസ്റ്റലിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം കൈമാറിയിരുന്നു. 5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എന്നാൽ നടപടികൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. സ്പോർട്സ് കൗൺസിൽ അടിയന്തരമായി കെട്ടിടം നിർമ്മിച്ച് കായിക വിദ്യാർത്ഥികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മികച്ച കായിക താരങ്ങളെ സംഭാവന ചെയ്ത ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മേഖലയ്ക്ക് ഏറെ മുതൽക്കൂട്ടാകുന്ന നെടുങ്കണ്ടം സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റലിന് ജീവവായു നൽകണമെന്ന് മുൻ കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.